ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ ഈ തട്ടിന് വന്നിട്ട് ഒരു പിടുത്തല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു പിടുത്തം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ചുടുന്ന സമയത്ത് തനിച്ചാണ് കേട്ടോ തട്ട് വെക്കൽ. അപ്പോൾ അത് ചേർത്ത് വെക്കുന്ന ടൈപ്പുള്ള തട്ടാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ ചുടുമ്പോൾ ഒട്ടുന്നത് കാരണം ഞാൻ അങ്ങനെ വെക്കില്ല കേട്ടോ. തനിച്ചാണ് വെക്കില്ല. അപ്പോൾ ഇങ്ങനെ ഹോൾസുള്ള കാരണം നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിയോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കൈ പൊള്ളും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊരു കോല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കോലങ്ങനെ പച്ച മരത്തിൻ്റെ കൊമ്പുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതങ്ങനെ ആവി കൊണ്ട് ഉണങ്ങിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടോ. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് നൂൽപുട്ടും ഇഡ്ഡലിയൊക്കെ ചുടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി വേഗം തട്ടുന്ന വേറിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുട്ട് എടുത്ത പാടനെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേറിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് അത് പിടുത്തം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നട്ടും ബോൾട്ടുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പൻ്റെ മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ വെക്കാം, വാഷർ പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തുണ്ടും കൂടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി ചെമ്പ് വന്നിട്ട് ഒരു 10-20-22 വർഷം പഴക്കമുള്ള ഒരു ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞങ്ങൾക്ക് മെഡിക്കലിൽ നിന്ന് അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടൈമിൽ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഉപയോഗിക്കാതെ തന്നെ 1 വർഷം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട് മാറി വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നത്, തറവാട്ടിൽ നിന്ന് ആകെ കൊണ്ടുവന്ന സാധനം ഈ ഒരു ഇഡ്ഡലി ചെമ്പും പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് കിട്ടിയ ഒരു ഫിൽറ്ററും മാത്രമാണ് കേട്ടോ. തറവാട്ടിൽ നിന്ന് പാത്രം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി എല്ലാതും ഞങ്ങൾ വാങ്ങി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇതിനൊരു ഹോൾസ് ഇടണം കേട്ടോ വാഷറിന്. അതിന് വേണ്ടിയിട്ട് കമ്പി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ രാവിലെ ദോശ ഒക്കെ ചൂടുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ദോശയും ചൂടാം, അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അരി ആട്ടിയിട്ട് ഞാൻ വേറെ പാത്രത്തൊക്കൊന്നും ഒഴിച്ചില്ല കേട്ടോ. അങ്ങനെ മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മാവ് കോരി വെച്ചും കൊണ്ടിരുന്നത്. ഇനി അതിനൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ നമ്മുടെ തട്ടിൽ നട്ടും ബോൾട്ടും മേലെ ഒരു വാഷർ നല്ല ടൈറ്റാക്കി ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ തുക്കുട ഐഡിയകളൊക്കെ പണ്ട് മുതലേ ചെയ്യൂ കേട്ടോ ഞാൻ. അപ്പോൾ ചിലപ്പം ഒഴിവാക്കി കിടക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കും കേട്ടോ. അതെന്തോ ഒരു അങ്ങനെ ചെയ്യുന്നതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നട്ടും ബോൾട്ടും അതാവുമ്പോൾ പ്രശ്നമില്ല, സ്റ്റീലിൻ്റെ പോലത്തെ ബോൾട്ടല്ലേ. അപ്പോൾ ആവി കയറി വെള്ളമൊക്കെ ഇറങ്ങിയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നല്ല തേച്ച് കഴുകി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.